അങ്ങനെ കുഞ്ഞിൻ്റെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം. 3 ദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നു കേട്ടോ. ഒരുപാട് ടെൻഷനിലൂടെ ആയിരുന്നു ഞങ്ങൾ ഈ ഒരാഴ്ച കടന്നുപോയത്. കൊല്ലം അസീസിയയിലാണ് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. 2 വയസ്സേ ഉള്ളൂ മോൾക്ക്. ഇത്ര പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവർ അടങ്ങിയിരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ജനറൽ അനസ്തേഷ്യ വഴിയായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. ഡിസംബറിൽ എൻ്റെ കുഞ്ഞൊന്ന് വീണു. അവിടെ പല്ലൊന്ന് പൊട്ടിയിരുന്നു. ആദ്യ ആഴ്ചയിലൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് ഇൻഫെക്ഷൻ ആവുകയും പിന്നെ കുറച്ച് വേദനയും ഭക്ഷണം കഴിക്കാൻ മടിയൊക്കെ ആയിരുന്നു. പാൽപ്പല്ലല്ലേ, അത് കൊഴിഞ്ഞു പോകാനുള്ളതല്ലേ, അത് വലിയ കാര്യമാക്കണ്ട എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ. പാൽപ്പല്ലുകൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ സ്ഥിരമായിട്ട് വരുന്ന പല്ലുകൾക്കും ശരിയായിട്ടുള്ള ക്രമത്തിൽ വളരാനൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പാൽപ്പല്ലിലെ പോടാണെങ്കിലും നിസ്സാരമായിട്ട് കാണരുത്. കുഞ്ഞുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കുട്ടികളുടെ പല്ലിലെ ചെറിയ പോട് പോലും ശ്രദ്ധിക്കണമെന്ന് ഈ അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. കൃത്യസമയത്ത് ചികിത്സ നൽകിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. കുട്ടികളുടെ പല്ലിലെ പോട് വേരുകളിലേക്ക് ബാധിക്കുമ്പോഴാണ് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പൾപ്പക്ടമി എന്നാണ് ഇതിൻ്റെ പേര്. ലളിതമായി പറഞ്ഞാൽ കുട്ടികൾക്കുള്ള റൂട്ട് കനാൽ ചികിത്സയാണിത്. പൾപ്പക്ടമി ചെയ്ത ദിവസത്തെ ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം രാവിലെ എണീറ്റപ്പോൾ തന്നെ മോൾ ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പാല് കുടിക്കുന്നുണ്ട്. ഞങ്ങൾ ഹാപ്പിയാണ് അത് കണ്ടപ്പോൾ. അവളുടെ ചിരി തിരിച്ചു തന്നതിന് അസീസിയയിൽ ഒരുപാട് നന്ദിയുണ്ട്.